ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു SNplus. ഞാൻ ഈസി ബ്രേക്ക്ഫാസ്റ്റായ ഓട്ടടയാണ് കാണിച്ചിരുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ജാറിലേക്ക് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ആദ്യം. അതിനുശേഷം പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു പിടി ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ. ചോറ് ഇടുന്നത് ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത്ര പോരട്ടെ, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതാണ് ഈ മാവിൻ്റെ പരുവം വേണ്ടത്. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ ചട്ടിയിലാണ് ഉണ്ടാക്കുക. ചിലവർക്കൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി പറയാൻ കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം സിമ്മിലിട്ടിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ അടി വേഗം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കണം. കണ്ടോ, ഓട്ടടയുടെ ഓട്ടയൊക്കെ വരുന്നുണ്ട്. ഈ മാവിൻ്റെ പച്ച കളറൊക്കെ പോയി ഫുള്ള് ഒരേപോലത്തെ കളറാകുമ്പോഴാണ് കേട്ടോ വെന്തെന്ന് മനസ്സിലാക്കുക. കണ്ടോ, അടി വിട്ട് വരും. അപ്പോൾ ഇതാ നമ്മുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതേപോലത്തെ ചട്ടി തന്നെ കിട്ടിയാൽ ഒന്നും കൂടെ നന്നാവും. ആ ഓട്ടടയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കിട്ടും കേട്ടോ. ഈ ചട്ടി ഇല്ലാത്തവർ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊന്ന് തയ്യാറാക്കി നോക്കിക്കൊണ്ടു. അപ്പോൾ ഇതാ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒന്നെങ്കിൽ ഓട്ടട അല്ലെങ്കിൽ നീർദോശ, ഇതാണ് മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഓട്ടടയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഏത് കറിക്കും മാച്ചാവും ഈ ഓട്ടട കേട്ടോ. മീൻ മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതാ അടുത്ത ഓട്ടടയും റെഡി ആയി. കണ്ടോ, എല്ലാം ഒരേപോലത്തെ കളറായി. പിന്നെ നടുവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അവരോടൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, സപ്പോർട്ട് ചെയ്യാൻ പറയണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.